അധികാരവും പോലീസും കൊടും കുറ്റവാളികളും കൈകോർത്തു വാഴുന്ന കൊളംബിയൻ അധോലോക നായകൻ പാബ്ലോ എസ്കോബാറിന്റെ അല്ലെങ്കിൽ എൽ ചാപ്പോ ഗുസ്മാന്റെ വെബ് സീരീസ് കാണുന്ന അവിശ്വസനീയതയിൽ കേരളം കേൾക്കുകയാണ്. ഒരു ഭരണപക്ഷ MLA കോൺഫിഡൻസോടെ പറയുന്ന വാർത്താ സമ്മേളന പരമ്പര. അന്ന് കേരളം ചർച്ച ചെയ്ത ഗുണ്ടാ കുടിപ്പകയുടെ ചോരനാറുന്ന വഴികളെക്കാൾ ആ വൃത്തികെട്ട അധികാര ബാന്ധവങ്ങളുടെ ആഭ്യന്തര വകുപ്പിലെ പവർ ഗ്രൂപ്പുകളെ കുറിച്ച് അവർ നടത്തിയ തിരോധാനങ്ങൾ, ചെയ്യിപ്പിച്ച കൊലപാതകങ്ങൾ, തെളിവടക്കം മറയില്ലാതെ പറയലാണ്. ആറ്റം ബോംബിനേക്കാൾ പ്രഹരശേഷിയിൽ ഒരു അധികാരപക്ഷ MLA കേരളത്തിന്റെ ക്രമസമാധാനം കാക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ADGPക്ക് MLA വക താരതമ്യം ദാവൂദിന്റെ ഡി കമ്പനി. അയാളും അയാളുടെ അധികാര കൂട്ടാളികളും ചേർന്ന് കൊല്ലും കൊലയും നടത്തി കേസുകൾ അട്ടിമറിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടിമക്കണ്ണുകളായി കോടികളുടെ കൊട്ടാരം പണിയുന്നുവെന്നാണ്. ലോ ആൻഡ് ഓർഡർ പാലിക്കേണ്ട ഒരുത്തൻ നിയമത്തിന്റെ കഴുത്തറത്ത് കൊന്ന് മന്ത്രിമാരുടെ ഫോൺ ചോർത്തി ആർക്കോ വേണ്ടി പന്നപ്പണി ചെയ്യലാണെന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല. പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ സൈബർ ഗുണ്ട എന്ന് വിളിച്ചാൽ ഞാൻ ഗുണ്ട തന്നാടാ എന്നെല്ലാ കാലവും CPM വേണ്ടി കോട്ടകെട്ടിയ നേതാവാണ്. അതൊരു സുഡാപ്പിച്ചാപ്പയടിച്ചാൽ അടഞ്ഞു പോകുന്ന നാക്കല്ല. സാക്ഷാൽ കൊടിസൂനിയെ നാണിപ്പിക്കുന്ന കൊടൂര കുറ്റങ്ങൾ ADGPക്ക് ഇടം വലങ്കാവൽ P ശശിയാണെന്ന ആരോപണത്തിൽ പിന്നെയും പറയേണ്ടി വരും. മുഖ്യമന്ത്രി താങ്കൾ ആഭ്യന്തര വകുപ്പിന്റെ മേധാവി എന്ന നിലയ്ക്ക് അങ്ങേയറ്റം കഴിവുകെട്ടവനാണ്, ഇൻകേപ്പബിൾ ആണ്, തോൽവിയാണ്. ഇക്കണ്ട കാലത്തോളം സാധു മനുഷ്യരുടെ കുത്തിരി പിടിച്ചും മാധ്യമങ്ങൾക്കെതിരെ കള്ളക്കേസെടുത്തും ജനത്തെ വെറുപ്പിച്ചകറ്റുന്ന ഈ ഡി കമ്പനിയുടെ പൂണ്ടുവളയാട്ടം അൻവർ MLA കോളാമ്പി വെച്ച് പറഞ്ഞിട്ട് CPM അറിയുമ്പോഴേക്കും അത് പുഴുത്തുനാറിയ സംവിധാനമായി. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ബർത്ത് എന്ന സംഘപരിവാർ സ്വപ്നങ്ങൾക്ക് കള്ളക്കൂറ് കാട്ടി ജനത്തെ ദ്രോഹിച്ച് വെറുപ്പിച്ച് പൂരം കലക്കി അലമ്പാക്കി അവസാന മണിക്കൂറിൽ BJPക്ക് ആയുധമൊരുക്കി കൊടുത്തു സൂപ്പർ DGP ആണെന്ന് അൻവർ പറയുന്നതിന്റെ പച്ചമലയാളം. സാറേ, ഈ പോലീസ് ആസ്ഥാനം വഴുതക്കാടല്ല, അത് നാഗ്പൂരാണെന്നാണ്. CPMന്റെ രാഷ്ട്രീയ സെക്രട്ടറി അടക്കം ആ കള്ളക്കച്ചവടത്തിന്റെ പങ്കുപറ്റിയെന്നാണ് ചട്ടപ്പടി അന്വേഷണം. തെമ്മാടിപ്പണിക്കുള്ള പൊളിറ്റിക്കൽ മറുപടിയല്ല. നിലമ്പൂർ കാട്ടിലെ ഒറ്റയാന്റെ നെഞ്ചും വിരിച്ചുള്ള ഒരുമ്പട്ടിറക്കം CPM പ്ലോട്ടാണെങ്കിലും അല്ലെങ്കിലും കാതോർക്കൂ, കാത്തിരിക്കൂ കേരളമേ. ഈ കേൾക്കുന്നത് പാർട്ടിയെ കൈവെള്ളയിൽ വെച്ച അതിശക്തനായ മുഖ്യമന്ത്രി സ്റ്റാറ്റസ് അവസാനിപ്പിച്ച് ദുർബല നേതാവായി വിജയന്റെ പടിയിറക്കത്തിന്റെ പെരുമ്പറ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജ്യോതികുമാർ ചമക്കൽ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ശ്രീ PR ശിവശങ്കർ, ശ്രീ NV ബാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ഹസ്കറിലേക്ക്. ശ്രീ BN ഹസ്കർ, ഈ പെരുവഴിയിലും പൊതുസ്ഥലത്തും CPM MLAമാർക്ക് പോലും അസഹ്യമായ പോലീസിന്റെ അഴിഞ്ഞാട്ടത്തിന്റെ വാർത്തകൾ നേരത്തെ കൊടുക്കുന്നതാണ്. ഈ അജിത് കുമാറാണ് ഇതിൻ്റെയൊക്കെ ആശാൻ എന്ന് പറഞ്ഞപ്പോൾ അന്ന് അത് പറഞ്ഞവർ ഇടതു വിരുദ്ധർ അല്ലെങ്കിൽ മാപ്ര എന്ന് പറഞ്ഞു വളഞ്ഞിട്ട് വേട്ട. ഇതൊരു CPM MLA പറഞ്ഞിട്ട് വേണോ CPMന് തിരുത്താൻ, മുഖ്യമന്ത്രിക്ക് ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാൻ? ശ്രീ ഹസ്കർ. ഹഷ്മി, കേരള പോലീസിനെ സംബന്ധിച്ച് വളരെ കാലമായി പലതരത്തിലുള്ള അപവാദങ്ങളും അതുപോലെ തന്നെ കെട്ടുകഥകളും നുണക്കഥകളും സമൂഹത്തിലുണ്ട്. അക്കൂട്ടത്തിൽ ഒരു ഭരണപക്ഷ MLA ശ്രീ PV അൻവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും ആർജവത്തോടുകൂടി ഒരു ഗവൺമെൻറ് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്തു എന്നിടത്താണ് നിങ്ങൾ കൈയടിക്കേണ്ടത്. മറിച്ച് ആഭ്യന്തരമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ്റെ പടിയിറക്കത്തിൻ്റെ പെരുമ്പറ എന്നൊക്കെ തന്നെ വിശേഷിപ്പിച്ചുകൊണ്ട് ഇതൊരു പരാജയത്തിൻ്റെ പടുകുടിയിലേക്കാണോ ഈ ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നല്ല അതിനെ വിലയിരുത്തേണ്ടത്. മറിച്ച് ഏതൊരാരോപണവും ആരുന്നയിച്ചാലും ആ ആരോപണത്തിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കുക എന്ന സത്യസന്ധവും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് എടുക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അത്തരത്തിൽ അതിനെ അഡ്രസ് ചെയ്യുന്നത്. ആരോപണം എന്താണ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല നൽകിയിരിക്കുന്ന ഒരു DGP എന്ന് പറഞ്ഞാൽ DGPക്ക് തൊട്ടു താഴെ പോലീസിലെ രണ്ടാമൻ കൊലപാതകങ്ങൾക്ക്, തിരോധാനങ്ങൾക്ക്, കൊള്ളരുതായ്മകൾക്ക്, ഈ പറയുന്ന അധമ പണികൾക്ക്, അധർമ്മ വഴിയിൽ പണമുണ്ടാക്കുന്നതിന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടിമക്കണ്ണായി മാറിയെന്ന് കവടിയാറിൽ സെന്റിന് 60-70 ലക്ഷം വരുന്ന സെന്റ് ഭൂമി വാങ്ങിച്ച് അവിടെ കൊട്ടാരം പണിയുന്നുവെന്ന്. ഹസ്കർ, കേരളത്തിലെന്നല്ല ഈ രാജ്യത്ത് ഏതെങ്കിലും പോലീസ് സംവിധാനത്തെക്കുറിച്ച്, ഏതെങ്കിലും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഏതെങ്കിലും കാലത്ത് ആരോപണം ഉയർന്നോ? അത് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലേ? പാർട്ടി സംവിധാനങ്ങൾ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലേ? ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഇത്തരത്തിൽ വല്ലാത്ത അസ്വസ്ഥതകളും ഭ്രാന്തമായ നിരീക്ഷണങ്ങളും നടത്താൻ നമുക്ക് തോന്നും. ഒരുപക്ഷെ ഇത്തരം ആരോപണങ്ങൾ കേരളത്തിൽ പോലീസിംഗ് സംവിധാനം അങ്ങേക്കറിയാവുന്നതാണ്. കേരളത്തിൽ വളരെ സജീവമായി നിൽക്കുന്ന ഇന്റലിജൻസ് സംവിധാനം, രണ്ടു തരത്തിൽ ഇന്റലിജൻസ് സംവിധാനമുണ്ട്. CMOയ്ക്ക് ഇക്കാര്യങ്ങളെ
ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോ ഏതെങ്കിലും പ്രവൃത്തികളെ സംബന്ധിച്ചോ അരുതാത്തത് നടക്കുകയാണെങ്കിൽ അത് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയുണ്ട്. കേരളത്തിലാകമാണ് കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു സ്ഥാപനം. ഇന്റലിജൻസ് സംവിധാനം എവിടെയാണ്? ഉടനീളം എന്താണ് ഇന്റലിജൻസ് സംവിധാനം? സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സംവിധാനത്തെ കുറിച്ച് ആരെന്താണ് പറഞ്ഞത്? 2 കൊലപാതകങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. റിദാൻ എന്ന് പറയുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിഞ്ഞേക്കാമെന്ന് ഒരൊറ്റ മിനിറ്റ്. ഇന്നിപ്പോ 2ാമത്തെ കൊലപാതകത്തെ പറ്റി PV അൻവർ നൽകുന്ന സൂചന ഒന്ന് കേൾക്കൂ. ഈ പെൺകുട്ടിയോട് ഈ മരണം നടന്ന് പിറ്റേന്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. മരിച്ച റിദാൻ ഫാസിലിന്റെ ഭാര്യ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ വരും. അവരെ കൊണ്ട് എന്താ പറയിപ്പിക്കാൻ നോക്കിയെന്നറിയാം. ഈ കൊന്നു എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തിയുമായി, ഷാനുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്നവർ സമ്മതിച്ചു കൊടുക്കണം. ആ അവിഹിത ബന്ധത്തിൻ്റെ ഭാഗമായി അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവരുടെ ഭർത്താവിനെ അവരുടെ കാമുകൻ ആണ് എന്ന് ഇവർ പറയുന്ന ഈ ഷാൻ വെടിവെച്ചു കൊന്നാണ്. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. ശ്രീ അസ്കർ, ഇവിടെ പി ശശി എന്ന് പറയുന്ന CPM അവിടെ നിയോഗിച്ചിരിക്കുന്ന CPMന്റെ പൊളിറ്റിക്കൽ പൊസിഷനായ പൊളിറ്റിക്കൽ സെക്രട്ടറി വരച്ച വരയിൽ നിൽക്കുന്ന അജിത് കുമാർ അടങ്ങുന്ന ഈ പറയുന്ന പവർ സിൻഡിക്കേറ്റ്, ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് എന്താണ്? ഇപ്പോൾ അൻവർ MLAക്ക് കിട്ടിയ ആ ശബ്ദ സന്ദേശം പ്രകാരം ദുബായ് മാർക്കറ്റിൽ നിന്നും ഏതെങ്കിലും ഒരു മലയാളി സ്വർണ്ണം വാങ്ങുകയാണെങ്കിൽ ഈ പവർ സിൻഡിക്കേറ്റ് അതിന്റെ വിവരങ്ങൾ കിട്ടുകയാണ്. കസ്റ്റംസ് കണ്ണടച്ച് വിടുകയാണ്. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേക്ക് പോലീസ് അത് പിടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ 10 സ്വർണ്ണക്കട്ടി ഉണ്ടെങ്കിൽ 5 എണ്ണം സ്വന്തം പോക്കറ്റിലേക്ക് ഇടുന്നു, 5 എണ്ണം അത് കേസാക്കുന്നു. ഈ പറയുന്ന വഴികളെക്കുറിച്ച് ഏതോ ഒരു സൂചനയോടെ 2ാമത്തെ ഒരുത്തനെ കൊന്ന കാര്യം പറയുന്നതാണ്. 2ാമത്തെ ഒരുത്തനെ കൊന്നിട്ട് അത് ഏത് രീതിയിൽ കേസ് ഇല്ലാതാക്കും നോക്കുമെന്ന് പറയുന്നതാണ്. എന്ത് ഇന്റലിജൻസ് സംവിധാനം? പിരിച്ചുവിടുന്ന സംവിധാനം ശ്രീ അസ്കർ. അശ്മി, ഇതൊക്കെ അന്വേഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ വളരെ നാടകീയമായിട്ടും അതല്ലെങ്കിൽ ഒരുപക്ഷെ നടാടെ എന്ന് പറയാവുന്നതുമായിട്ടുള്ള ഒരു സമീപനമാണെന്ന് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഒരു ഔദ്യോഗിക വേദിയിൽ വെച്ചിട്ട് പൊതുപ്രഖ്യാപനം നടത്തുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ മുഴുവൻ നടത്തുമെന്ന്. ഈ ആരോപണങ്ങൾ അത്ര ലളിതമായി ശ്രീ PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ലളിതമായി കാണാനോ ലളിതമായി കേൾക്കാനോ കേരള സമൂഹം തയ്യാറല്ല. അതുപോലെ തന്നെ ഞാനും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ലാളിത്യത്തോടു കൂടി സമീപിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ. ആ ആരോപണങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായും അന്വേഷണം നടത്തുക സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്, കേരള പോലീസിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കാം. അത് അന്വേഷിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ അന്വേഷണത്തിന് വേണ്ടി കാതോർത്തിരിക്കുക എന്നുള്ളൂ. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് നമുക്ക് കാണാൻ മുഖ്യമന്ത്രിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഇന്നിപ്പോ തലസ്ഥാനത്ത് പോലുമല്ല, കോട്ടയത്താണ് നാട്ടകം ഗസ്റ്റ് ഹൗസിലേക്ക് DGP വിളിച്ചു വരുത്തുകയാണ്. പോലീസ് അസോസിയേഷൻ യോഗത്തിൽ പരസ്യമായി പറയുകയാണ്. മുഖ്യമന്ത്രി പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? മുഖ്യമന്ത്രിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ പറ്റിയ മുഖം രക്ഷിക്കൽ നടപടി എന്ന നിലയ്ക്കല്ലേ അതിനെ കാണേണ്ടത്? അല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥമുള്ള നടപടിയാണോ ഈ പറയുന്ന സൂപ്പർ DGPക്കെതിരെ അന്വേഷണത്തിന് പാവം DGP ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കഥ? അയാൾ അൻവർ പറയുന്ന പോലെ എല്ലാ പറയുന്ന അധികാര കേന്ദ്രങ്ങളെയും ഒരുമിച്ച് നിർത്താൻ കെൽപ്പുള്ള P ശശി വരെ അദ്ദേഹത്തിന്റെ വഴിയിലേക്ക് വീഴുന്ന ഒരു അധികാര കേന്ദ്രമാണെങ്കിൽ ഹസ്കർ ഹാഷ്മി, ശ്രീ MR അജിത് കുമാർ ഒരു കർക്കശ സ്വഭാവക്കാരായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെ പലപ്പോഴും അദ്ദേഹം നികൃഷ്ടവും നിന്ദ്യവുമായ ഭാഷയിലൊക്കെ തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്, പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ശത്രുക്കളുടെ എണ്ണം കേരള പോലീസിനുള്ളിലും പുറത്തും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടത്താനല്ലോ ആഗ്രഹിക്കുന്നത്. പോലീസ് നടത്തുന്ന അന്വേഷണം വളരെ സത്യസന്ധവും നീതിയുക്തവുമായിരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ആ അന്വേഷണം പുറത്തു വരട്ടെന്നേ. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഒരു കാര്യം കൂടി ഹാഷ്മി ഓർക്കുക, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേരള പോലീസിലെ തന്നെ ഏറ്റവും സത്യസന്ധനായിട്ടുള്ള പോലീസ് ഓഫീസർ, കറപ്ഷൻ ഇല്ലാത്ത പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് ശ്രീ MR അജിത് കുമാർ എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ഓഫീസർക്കെതിരെയാണ് ഇത്തരം കറപ്റ്റില്ലാത്ത ഓഫീസർ ഇടയ്ക്കൂടെ ഇതുപോലെ പാവങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഏർപ്പാടുണ്ടാക്കും, കൊല്ലിക്കും. അദ്ദേഹം തിരോധാനത്തിന് പിന്നിലുണ്ട്. പറയുന്നത് ചാമക്കാലയുടെ പാർട്ടിയല്ല, PR ശിവശങ്കറിന്റെ പാർട്ടിയല്ല, NV ബാലകൃഷ്ണൻ അല്ല, ഞാനല്ല.
സാറേ, ഇവിടെ ഭരണപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയെ പിതൃതുല്യൻ എന്ന് കരുതുന്ന പി വി അൻവറാണ് ഈ പറയുന്നത്. അസ്കർ, അല്ല, എപ്പോഴും ഇടതുപക്ഷക്കാരാണല്ലോ വിസിൽ ബ്ലോവേഴ്സ് ആവാറുള്ളത്. അത്തരത്തിൽ ശ്രീ പി അൻവർ ഒരു വിസിൽ ബ്ലോവറായി എന്ന് മാത്രം കരുതുന്നത്. കാര്യം പ്രതിപക്ഷത്തിന് പോലും ഉന്നയിക്കാൻ കഴിയാത്ത ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ആരോപണമാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ വളരെ പരിതാപകര ആയിരുന്നു ഇത്രയും നാൾ എന്നുള്ളതാണല്ലോ. അല്ലെ, പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രത്യേകത തന്നെ ഉറപ്പാണ്. ഇത് പറയേണ്ടത് പ്രതിപക്ഷമാണ്. പ്രതിപക്ഷം ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇനി മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കവടിയാറിൽ ഈ പറയുന്ന രീതിയിൽ കവടിയാറിന് കുറച്ച് ദൂരം മാത്രമാണ് അകലാണ് ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസിൽ ഇല്ലാത്ത സൗകര്യത്തിൽ കവടിയാറിൽ ദശകോടികളുടെ അല്ലെങ്കിൽ മാരക കോടികളുടെ ഒരു കൊട്ടാരം പണിഞ്ഞു വെക്കുന്നു, കേവലം ഒരു ADGP എന്ന കാര്യം മാധ്യമങ്ങൾ അറിഞ്ഞു. ആരും അറിഞ്ഞില്ല, അൻവർ പറഞ്ഞു തന്നെയാണ് അറിഞ്ഞത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന OTP പ്ലാറ്റ്ഫോമിൽ ഈ നാർക്കോസ് എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. അവിടെ ഈ മെഡ്ലിൻ ഈ പറയുന്ന പാബ്ലോ എസ്കോബാറിന്റെ മെഡലിൻ കാർട്ടലിനെ കുറിച്ച്, എൽ ചാപ്പോ ഗുസ്മാന്റെ സിലോൻ കാർട്ടലിനെ പറ്റിയൊക്കെയുള്ള സീരീസ് ഉണ്ട്. അത് കാണുമ്പോൾ തോന്നാത്ത വല്ലാത്ത അമ്പരപ്പാണ്. ഇത് പി വി അൻവറിന് ഈ 3 ദിവസത്തെ വാർത്താ സമ്മേളനം കേട്ടാൽ വട്ടാകും. അമ്മാതിരിയുള്ള വാർത്താ സമ്മേളനമാണ്. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലാണോ അതോ വേറെ ഏതെങ്കിലും ഇറ്റലിയിലോ മെക്സിക്കോയിലോ മറ്റോ ആണോ? കേരളത്തിൽ ഈ ഒരു പോലീസിന്റെ ഏറ്റവും ഉന്നതനായ ഒരു അധികാരിയുടെ നേതൃത്വത്തിൽ ഇത്രമാത്രം അധികാരത്തെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അധമപ്പടികൾ നടക്കുമോ എന്ന സംശയം ചാമക്കാലയ്ക്കുണ്ടായോ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഒരിക്കലും ഉണ്ടായില്ല. കാരണം 2020 ജൂൺ മാസം 30-ാം തീയതിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് നടത്തുന്നു എന്ന വാർത്ത നമ്മുടെ പുറത്തു വരികയും ഒരുപാട് ചർച്ച ചെയ്യുകയും ചെയ്തത്. അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി ശിവശങ്കർ തുടർന്ന് ജയിലിലായതും അദ്ദേഹം ഒന്നിലധികം കേസിൽ പ്രതിയായി ജയിലാകുകയും ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ, ഒരു രാജ്യത്ത് തന്നെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലാകുന്നത് ഒരു പക്ഷേ ആദ്യമാകാം. ഇവിടെ നോക്കൂ, ഇവിടെ ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങൾ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ, ഞങ്ങളും പലപ്പോഴും ചർച്ചകളിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ട്. എന്താണ്, പാർട്ടി ഔദ്യോഗികമായ ഒരു തീരുമാനമെടുക്കുന്നവരെ നമ്മൾ വിട്ടു നിൽക്കും. ഇവിടെ EP ജയരാജൻ്റെ വിഷയത്തിലും ഇപ്പോൾ ഈ PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയതിന് ശേഷവും പാർട്ടിയുടെ പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തെ CPM എന്തുമാത്രം പ്രതിസന്ധിയിലാണ് എന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല. അത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് പ്രത്യേകമായി ബോധ്യമാകും. ഞങ്ങൾ പലപ്പോഴും വിട്ടു നിന്നിട്ടുണ്ട്, CPM വിട്ടു നിൽക്കാറുണ്ട്. കാരണം പാർട്ടിയിൽ ഔദ്യോഗികമായ ഒരു തീരുമാനം വരുന്നവരെ വിട്ടു നിൽക്കാറുണ്ട്. ഇവിടെ തീരുമാനം വന്നതിന് ശേഷം പോലും പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ പാർട്ടിയുടെ പ്രതിനിധികൾ വരുന്നില്ല, ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് ഇവിടെ ഹസ്കർ പറഞ്ഞ ചില വാചകങ്ങൾ എന്നെ വല്ലാണ്ട്, ഹസ്കറിനെ പോലൊരു അഭിഭാഷകൻ ഇങ്ങനെ വന്ന് തേഞ്ഞൊട്ടണമായിരുന്നോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു പോവുകയാണ്. ആർജവത്തോടെ അന്വേഷിക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയാണ് പോലും. എന്നിട്ട് അദ്ദേഹം പറയുക നാടകീയമായി നടാടെയുമാണ് ഇത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ PV അൻവറൊക്കെ ഒരു വിസിൽ ബ്ലോവറായി മാറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ബാലിശമായ വാദഗതിയാണ് ഇവിടെ ഹസ്കർ ഉൾപ്പെടെയുള്ളവർ നിരത്തുന്നത്? കേരളത്തിന്റെ ക്രമസമാധാനം ഭദ്രമാണ് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്. ആ റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? അത് ക്രമസമാധാന ചുമതലയുള്ള ADGP. ആ ADGP ആരാണ്? അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ തോപ്പിക്കുന്ന കൊടുങ്കുറ്റവാളി എന്ന് പറയുന്ന ആരാണ്? PV അൻവർ. ഏതൊരു തമാശയാണ് ജ്യോതികുമാർ ചാമക്കാല. ഞാനതിലേക്കാണ് വരുന്നത്. എനിക്കൂടെ എന്തെങ്കിലുമൊക്കെ നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPMന്റെ സഹായത്തോടുകൂടി ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA പരസ്യമായി വന്ന് പത്രസമ്മേളനം നടത്തി ഒന്നൊന്നായി വിഷയങ്ങൾ പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന, നിയമസഭയിൽ ഉൾപ്പെടെ പുറത്തും പറഞ്ഞുകൊണ്ടിരുന്ന ഈ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ് ഇപ്പോൾ CPMന്റെ MLA പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്താണ്? ആദ്യത്തെ ദിവസം താങ്കൾ ശ്രദ്ധിക്കണം, അതിനകത്ത് രാഷ്ട്രീയം കൂടി താങ്കൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ദിവസം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പത്തനംതിട്ട SP-ക്കെതിരെയും അതുപോലെ തന്നെ തുടർന്ന് ADGP-ക്കെതിരെയുമാണ്. രണ്ടാം ദിവസം അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലേക്ക് ആയപ്പോൾ ADGP-ക്കെതിരെയും പിന്നീട് P ശശിയിലേക്കും പോകുന്നു. ഇവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഒരു ADGP-യെ സംബന്ധിച്ച് അദ്ദേഹം 2 കോടി കൈക്കൂലി വാങ്ങിയെന്നും അദ്ദേഹം നൊട്ടോറിയസ് ക്രിമിനലാണെന്നും അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിൻ്റെ കളരിയിലാണ് ഇതെല്ലാം പഠിച്ചതെന്നും അദ്ദേഹം സ്വർണ്ണക്കടത്ത് കേസിന് പങ്കാളിയായിട്ടുണ്ടെന്നും അദ്ദേഹം കൊലയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ടെന്നും അദ്ദേഹം സ്വർണ്ണ പൊട്ടിക്കൽ കേസിൽ പങ്കാളിയാണെന്നും ഉൾപ്പെടെയുള്ള ഇത്തരത്തിലുള്ള ഗുരുതരമായ ആക്ഷേപങ്ങൾ വരുന്നു. ഇപ്പോൾ പറയുന്നത് എന്താ? മുഖ്യമന്ത്രി ദൈവദൂതനായി വന്നുകൊണ്ട് ഇതെല്ലാം അന്വേഷിക്കാൻ തീരുമാനിച്ചതാ. ഹസ്കറെ, ഞാനും ചോദിക്കട്ടെ, ഈ വകുപ്പ് ഭരിക്കുന്ന ആരാണെന്നേ? ഈ വകുപ്പ് ഭരിക്കുന്ന ആളുടെ പേര് പിണറായി വിജയൻ എന്നല്ലേ? ഈ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുടെ പിണറായി വിജയൻ അല്ലേ? ആ പിണറായി വിജയൻ പറയുന്നു ഞാൻ അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഇയാൾ പിന്നെ ഇത്രയും കാലം കാശിക്ക് പോയിരുന്നോ? അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ശിവശങ്കറിലേക്ക് എത്തി. ശിവശങ്കർ ജയിലിൽ പോയി, തനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ ADGP-ക്കെതിരെ വരുന്നു,
തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ഓഫീസിനെതിരായി തുടർച്ചയായി രണ്ടാം പിണറായി സർക്കാരിലും ഇത്തരത്തിൽ കഴിഞ്ഞതിനേക്കാൾ ഗൗരവമുള്ള സ്വർണം പൊട്ടിക്കലും സ്വർണം കടത്തും കൊലയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, കൈക്കൂലിയും ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച്, ഫോൺ ചോർത്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് തുടർച്ചയായി അതേ പക്ഷത്ത് നിൽക്കുന്ന ഒരു MLA പറയുന്നു. അദ്ദേഹം പറയാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ചും അത് ചർച്ച ചെയ്യാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഇത്തരത്തിലൊരു ADGP മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നെങ്കിൽ ഈ MLAക്ക് നല്ല ആക്സസ് ഉണ്ടല്ലോ ഈ മുഖ്യമന്ത്രിയിലേക്ക്. MLAക്ക് ഒരു കത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു മെയിൽ കൊടുത്താൽ, ഒരു ഭരണപക്ഷത്തെ MLA ആണെങ്കിൽ ഇത്രയും തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്താൽ അത് അവസാനിപ്പിക്കാമായിരുന്നല്ലോ, അന്വേഷിക്കാമായിരുന്നല്ലോ. അപ്പോൾ ADGP അല്ല ലക്ഷ്യം എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അവിടെ ADGPയെ ലക്ഷ്യമിട്ടുകൊണ്ട്, അതിലൂടെ P ശശിയെ ലക്ഷ്യമിട്ടുകൊണ്ട്, അതിലൂടെ മുഖ്യമന്ത്രിയിലേക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രി PV അൻവറിനോടൊപ്പമാണ്. നല്ല വാദമാണല്ലോ. മുഖ്യമന്ത്രി PV അൻവറിനോടൊപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് മറ്റു മാർഗമില്ല. മുഖ്യമന്ത്രി ചെകുത്താനും കടലിനും ഇടയ്ക്കപ്പെട്ടിരിക്കുക. കാരണം എന്താ? ഒരു ഭാഗത്ത് P ശശിയും അതുപോലെ തന്നെ MR അജിത് കുമാർ നിൽക്കുന്നു, ഇപ്പുറത്ത് PV അൻവർ നിൽക്കുന്നു. മുഖ്യമന്ത്രി ഇതിനെല്ലാത്തിനും ഇവർ രണ്ടുപേരും രണ്ട് ശരിയായി മത്സരിക്കുമ്പോൾ ഇവരുടെ രണ്ട് കൂട്ടരുടെയും എല്ലാ കൊള്ളരുതായ്മയ്ക്കും കൂട്ടുനിന്നിട്ടുള്ള ആളാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഇടത്തോട്ടും തിരിയാൻ പറ്റില്ല, അദ്ദേഹത്തിന് വലത്തോട്ടും തിരിയാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ ക്രിമിനൽ സംഘം അത് തുടർച്ചയായി, ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാം. P ശിവശങ്കറിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുതി കൊടുക്കുന്ന ഏത് പേപ്പറിലും ഒപ്പിട്ട് തരുമായിരുന്നു മുഖ്യമന്ത്രി എന്ന്. ആ P ശിവശങ്കറിന്റെ ഒരു അനുഭവം ഉണ്ടായിട്ട് പോലും ഒരു തിരുത്തലിന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ ഇരിക്കാൻ, അദ്ദേഹത്തിന് ആ സ്ഥാനം വഹിക്കാൻ, അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയെ തുടരാൻ, ഒരു നിമിഷം തുടരാൻ അവകാശമില്ലെന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതുകൊണ്ട് എല്ലാം തീരില്ല. ഇവിടെ വ്യക്തമായ ചോദ്യം, ആഭ്യന്തര വകുപ്പ് ആരാണ് ഭരിക്കുന്നത്? സൂപ്പർ DGP ആയി ഇവിടെ MR അജിത് കുമാർ നിൽക്കുന്നു, സൂപ്പർ ഹോം മിനിസ്റ്ററായി P ശശി നിൽക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ച് വെറും ഒരു ആക്ഷേപമാണ്, ഒരു ആരോപണമാണെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതിരുന്നിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് സംവിധാനമില്ലേ? മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല? അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പരിപൂർണ പരാജയം, ഈ സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും മോശക്കാരനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ, ഏറ്റവും മോശക്കാരനായ മുഖ്യമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അതിന് ഇനി രണ്ടാമതൊരു ഉത്തരം തിരക്കേണ്ടതില്ല, സാക്ഷാൽ പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശിവശങ്കർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. PV അൻവർ ഇവിടെ ഈ പോയ തൃശ്ശൂർ പൂരത്തിന് റിപ്പോർട്ട് ചെയ്യാൻ ഞാൻ പോയതാണ്. അവിടെ ഈ പ്രശ്നം ഉണ്ടാകുന്നു അന്ന് രാത്രി വെടിക്കെട്ടിന് മാത്രമൊന്നുമല്ല, അന്ന് തുടക്കം മുതൽ രാവിലെ മുതൽ ഈ മനുഷ്യന്മാരെ തലപ്രാന്ത് എടുപ്പിക്കുന്നത് പോലീസിന്റെ സ്ഥിരം പണിയായി അവിടെ നടന്നതാണ്. ആൾക്കാർ അപ്പം മുതലേ വെറുക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി രാവിലെ മുതൽ തന്നെ എന്തൊക്കെയോ നിയന്ത്രണം, കയറ് വെച്ച് കെട്ടൽ, ആ കുടമാറ്റം കാണാൻ ആൾക്കാരെ അങ്ങോട്ടേക്ക് കയറ്റാതിരിക്കൽ, കയറണം എന്നുണ്ടെങ്കിൽ താഴെ നിന്ന് ദൂരെ കൂടെ നടന്നുപോയി അപ്പുറത്തേക്ക് വരേണ്ട അവസ്ഥ, അങ്ങനെ മുറുക്കി ലാസ്റ്റ് വെടിക്കെട്ടായപ്പോഴേക്ക് പൊട്ടിക്കുന്ന അവസ്ഥ. ആ പണി ചെയ്തത് നിങ്ങൾക്ക് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ MR അജിത് കുമാറിന്റെ കൂടെ നീക്കമായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് ഭരണപക്ഷ MLA PV അൻവർ. ശ്രീ PR ശിവശങ്കർ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ എല്ലാം മുഖവിലക്കെടുക്കണ്ടേ? ഹാഷ്മി, തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ടല്ല പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്. പിന്നെ അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ 2 മന്ത്രിമാരുണ്ട്. ആ 2 മന്ത്രിമാർക്ക് ഇടപെടായിരുന്നു അവർക്ക്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെ ഇടപെടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആവശ്യം, ഇതിനെ വെറും തൃശ്ശൂർ പൂരമോ സുരേഷ് ഗോപിയുടെ വിജയമോ ആക്കി ഇനിയിപ്പോൾ ബി ജെ പി നിയന്ത്രിക്കുന്ന ഒരാളായി അജിത് കുമാറിനെ മാറ്റിക്കൊണ്ട് ഈ വിഷയത്തെ ചെറുതാക്കരുത്. ഞാൻ ഈ വിഷയത്തെ കുറച്ചുകൂടി വലുതായാണ് കാണുന്നത്. ഇതിൻ്റെ 3 കാര്യങ്ങളാവാം. ഒരു കോൺസ്പെറൻസി തിയറി, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാനൊക്കെ ഇന്നോട്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ കണക്ഷൻ കട്ട് ചെയ്തു, ഇനി കാണണ്ടെന്ന് വിചാരിച്ചു. കാരണം അത്ര വിചിത്രമായ ഒരു മെക്സിക്കൻ ഡ്രഗ് കാർട്ടലിൻ്റെ ഒരു രൂപ പോലെയാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ടെലിവിഷൻ മാധ്യമം തന്നെ മാറിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് 3 കാരണങ്ങളാകാം ഇത്തരത്തിൽ PV അൻവർ വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുക. ഒന്ന്, CMനോ പാർട്ടി സെക്രട്ടറിക്കോ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത ആളുകളാണോ ADGP, ലോ ആൻഡ് ഓർഡറും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരെ ഈസി ആയിട്ട് അവർക്ക് മാറ്റാൻ പറ്റേണ്ടതാണ് അവരുടെ കഴിവ് വെച്ചിട്ട്. താങ്കൾ ചോദിച്ച പോലെ IBക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോലീസിലെ IBയും എല്ലാവർക്കും ഇതെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഹസ്കർ പറഞ്ഞതുപോലെ അഴിമതിക്കാരനല്ലാത്ത 12,000 സ്ക്വയർ ഫീറ്റൊക്കെ പണിയുന്ന ആളുകളുടെ കാര്യമൊക്കെ ഇവരറിഞ്ഞു കാണും. പക്ഷേ എന്നിട്ടും ഇത് മാറ്റാൻ കഴിയുന്നില്ല എങ്കിൽ എന്തുകൊണ്ട്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് PV അൻവറിനെ പോലുള്ള ഒരു ശക്തനായ MLAക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ വിശ്വസിക്കുന്നില്ല അത് പറ്റില്ല. MLAമാർക്കൊക്കെ അവിടെ പോകാം, PV അൻവറിന് പ്രത്യേകിച്ച് പോകാം, അദ്ദേഹത്തെ കാണാം, ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചും കാണണം.
പക്ഷേ പുറത്തു വന്ന് ഇത്തരം കാര്യങ്ങൾ പറയണമെന്ന് എന്തുകൊണ്ട് PV അൻവറിന് ആഗ്രഹം വന്നു, അല്ലെങ്കിൽ PV അൻവറിനെ ആര് അതിന് പ്രലോഭിപ്പിച്ചു? അതല്ലേ ഇവിടെ പ്രശ്നം. ഇത് ഉള്ളിൽ പറഞ്ഞു തീർക്കാമായിരുന്നല്ലോ. അതിൻ്റെ അർത്ഥം ഒന്നല്ലെങ്കിൽ ഈ രണ്ടു പേർക്കും മുകളിൽ ശ്രീ ശശിയും ഈ അജിത് കുമാറും ലോ ആൻഡ് ഓർഡറും വളർന്നിരിക്കുന്നു. ഒന്ന്. രണ്ട്, ഇവരെ മാറ്റാൻ തീരുമാനിച്ചാൽ ഇവരെ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് അല്ലെങ്കിൽ 1 10 ഇവരുടെ കയ്യിലുണ്ട്. ഇവർ മാറ്റിക്കഴിഞ്ഞാൽ അത് പുറത്തു വരുമെന്നുള്ള ഭീഷണി. രണ്ടായിരിക്കാം. മൂന്നാമത്തെ കാര്യം, ഒരു പക്ഷേ ഈ സംസ്ഥാനത്തെ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് ഈ പറയുന്ന ശശിയും അജിത്തും നിയന്ത്രിക്കുന്ന പോലീസ് ഭരണത്തെ പൊട്ടിക്കുവാൻ ഈ പോലീസ് അധികാരമില്ലാത്ത മറ്റൊരു ശക്തി ഇതിനു വേണ്ടിയിട്ടുള്ള കോടാലിയായി PV അൻവർ മാറി എന്നതായിരിക്കാം ഒരുപക്ഷെ മൂന്നാമത്തെ കാര്യം. ഇതിലേതെങ്കിലും ഒരു കാരണം കൊണ്ടാകാം ഇത്തരത്തിലുള്ള ഒരു വിഴുപ്പലക്കൽ കാര്യമായിട്ടുണ്ടായത്. അദ്ദേഹം മുഖ്യമന്ത്രി ആക്രമിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ആകാം, മുഖ്യമന്ത്രിക്കെതിരെ ആവാം. പക്ഷേ ഒരു ന്യായമായ കാര്യത്തിൽ ഇത് മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ PV അൻവർ മുഖ്യമന്ത്രിക്കെതിരെ അല്ല എങ്കിൽ ഇത് അവിടെ തീരാവുന്നതായിരുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ വിഴുപ്പലക്കൽ പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഈ 3 കാരണങ്ങൾ, അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു ശശി അജിത് കുമാർ ഗോവിന്ദൻ അച്യുതണ്ട് നിയന്ത്രിക്കുന്നു, അതിനെ പൊട്ടിക്കുവാൻ നിശബ്ദമായി പിണറായി വിജയൻ പുറത്തേക്ക് വിട്ട മറ്റൊരു വ്യക്തിയാകാം ഇതും എന്നും വേണമെങ്കിലാകാം. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൻ്റെ അധപ്പതനമാണ്. ഒരു കാവ്യഭംഗി പോലെ ഇപ്പോൾ താങ്കളത് പറയുന്നു വിചാരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ കൊല, കൊള്ള, കള്ളക്കടത്ത് എന്തൊരു വെച്ചിട്ടുള്ളൊരു ഒരു കാവ്യഭംഗി പോലെ അത് തീർത്തിരിക്കുന്നു. ഫാസിസ്റ്റ് പാർട്ടി കൊല നടത്തുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. കൊള്ള നടത്തുമെന്നും പല തലശ്ശേരി പോലുള്ള കലാപങ്ങൾ കണ്ടിട്ടുണ്ട്. കള്ളക്കടത്തും നടത്തുന്നു. നേരത്തെ ജ്യോതി പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണയും കള്ളക്കടത്തിൻ്റെ കണ്ണികൾ എത്തിച്ചേർന്നത് CM-ൻ്റെ ഓഫീസിലേക്കാണ്. ഇപ്പോഴും ഇതാ CM-ൻ്റെ ഓഫീസിലെ 2 പേർ ഏറ്റവും ഉന്നർ അതിശക്തർ അവർ തന്നെ ആയിരിക്കുന്നു ഇതിൻ്റെ. താങ്കൾക്ക് കംഫർട്ടബിൾ ആയ കാര്യം താങ്കൾ ഭംഗിയായി പറഞ്ഞു. പക്ഷെ താങ്കൾ കംഫർട്ട് അല്ലാത്തൊരു കാര്യം താങ്കൾ നൈസായി എസ്കേപ്പായി ആദ്യഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ള വിജയം അത് താഴത്തിൽ വെച്ച് തന്നതാണ്. അത് ചില ബാന്ധവങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് ചാമക്കാലയുടെ പാർട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. അതിനെക്കൂടി ശരിവെക്കലല്ലേ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ആരോപണം. ശ്രീ PR ശിവശങ്കർ അന്ന് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ആളെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റി. ADGP MR അജിത് കുമാറിനെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് എവിടെ എന്ന് ഒരിക്കലെങ്കിലും BJP ആവശ്യപ്പെട്ടോ? അന്ന് ആ ദിവസം അതിനെ പൊളിറ്റിക്കലി നിങ്ങൾ മുതലെടുത്തവരല്ലേ ശ്രീ PR ശിവശങ്കർ? ആ റിപ്പോർട്ട് എവിടെ അജിത് കുമാറെ എന്ന് രാഷ്ട്രീയമായി ചോദിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? ചോദിച്ചോ അത്? അല്ല, അതിൽ ഒരു 2 തെറ്റുകളുണ്ട്. ഒന്ന്, അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് കുറഞ്ഞത്. അത് അത്തരത്തിൽ വോട്ടുകൾ എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളതും CPM-ൻ്റെ വോട്ട് മറിച്ച് വിൽക്കണമെന്ന് വരുന്ന അതുവരെയുള്ള ആരോപണം. പല ചാനലുകളും സുരേഷ് ഗോപി മൂന്നാമതെത്തും എന്ന് അതിനുശേഷവും പറഞ്ഞിരുന്നു. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. താങ്കൾക്ക് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ താങ്കൾക്ക് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാമെന്നുള്ളൂ. അതിൽ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന കാരണം ഉണ്ടെങ്കിൽ പോലും വിജയിക്കാനുള്ള പൂർണ്ണ കാരണം അതൊന്നുമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇടതുപക്ഷത്തിൻ്റെ 2 മന്ത്രിമാർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കും ഇടപെടാൻ സാധിച്ചില്ല. അപ്പോൾ അവരും ഇതിനെ പിന്തുണയ്ക്കുമായിരുന്നു. 2 മന്ത്രിമാരും സുരേഷ് ഗോപി വിജയിച്ചോട്ടെ എന്ന് പറഞ്ഞ് കണ്ണടച്ച് താങ്കൾ പറഞ്ഞതുപോലെ രാവിലെ തന്നെ തൃശ്ശൂർ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മിണ്ടാണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണവും കൂടി താങ്കൾ അതിൽ ഒളിച്ചു വെക്കുന്നില്ലേ? അപ്പോൾ അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ PV അൻവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞ ദാവൂദ് ഇബ്രാഹിം സ്റ്റൈലിലുള്ള ഭരണം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ ഇപ്പോൾ സ്വർണ്ണം കള്ളക്കടത്ത് മാത്രമല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിൻ്റെ വെച്ചാൽ അതൊരു ദേശദ്രോഹ പ്രവർത്തനം കൂടി ആയിരിക്കുന്നു. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി അതിനുവേണ്ടി ഒന്നുകൂടെ പറയാം. കാരണം ഇവിടെ ഏറ്റവും പ്രമാദം എന്തുകൊണ്ട് ജ്യോതി അത് പറഞ്ഞില്ല എന്ന് മനസ്സിലാകുന്നില്ല. മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും എല്ലാം ഫോൺ ചോർത്തുന്ന ഒരു സർവൈലൻസ് രാജാക്കി മാറ്റിയിരിക്കുന്നു കേരളത്തെ എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അതിനെതിരെ എന്താ ആരോപണം വരാത്തെ? മാത്രമല്ല, എനിക്ക് മനസ്സിലാക്കാത്തത് PV അൻവറിനെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അദ്ദേഹം പറഞ്ഞല്ലോ ADGPയുടെ ഭാര്യയുടെ ഫോൺ ഞാൻ ചോർത്തിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടില്ല. ഇന്നലെ പറഞ്ഞു ഞാനത് പുറത്തു വിടുന്നു പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തി ADGPയുടെ ഭാര്യയുടെ ഫോൺ വരെ ചോർത്തുന്ന മെഷീൻ എത്രത്തോളം ശക്തമായ ഒരു മെഷീൻ ആയിരിക്കണം അത്? അത്തരത്തിലുള്ള മെഷീൻ വെച്ചുകൊണ്ട് ഒരു MLA ADGPയുടെ ഫോൺ ചോർത്തിയിട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ ഫോൺ ചോർത്തിയിട്ട് അതിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? ശശിക്കെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? സൂചിപ്പിക്കുന്നത് ആ ചോർത്തലിൽ പുറത്തേക്ക് വരുന്നത് ഈ പറയുന്ന അധികാര ബാന്ധവങ്ങളുടെ രാഷ്ട്രീയ കൈകോർക്കലുകൾ വൃത്തികെട്ട കഥകളാണെങ്കിൽ ചിലപ്പോൾ കറ നല്ലതാണ് എന്നൊക്കെ പറയില്ലേ? ഞാൻ എത്താം PR ശിവശങ്കർ. NV ബാലകൃഷ്ണൻ ദാസി പുത്തലത്ത് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ടുള്ള ഒരു CPM-കാരനുണ്ട്. എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായ കാര്യങ്ങളെ സമീപിക്കുന്ന ആളാണ്. അദ്ദേഹം എഴുതുകയാണ്,
ഇന്ന് സംഘടനാ ബാധ്യതകൾ അത്രക്കില്ലാത്ത, അതുകൊണ്ട് തന്നെ ബാർഗെയിനിങ് പവറുള്ള പാർട്ടിക്കൂറുള്ള ഒരു സ്വതന്ത്ര MLA മറ്റാരേക്കാളും ബഹളമുണ്ടാക്കുമ്പോഴാണ് സംഗതി കയ്യിൽ നിന്ന് പോയെന്ന് പലരും മനസ്സിലാക്കുന്നെങ്കിൽ, പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ മിനിമം ഒരു ഭരണകാലയളവ് അതിൽ വൈകിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിനുള്ളിൽ പോലീസ് അത്യാവശ്യം ചീഞ്ഞിട്ടുണ്ടാകുമെന്നും കാലാകാലങ്ങളിൽ നമ്മളൊക്കെ പറയുന്നതാണെന്നേ. നമ്മളൊക്കെ ഈ പോലീസിന്റെ പോക്കിത് സർക്കാരിനെ ജനത്തെ കൊണ്ട് തെരുവിളിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ആണെന്ന് പറയുമ്പോൾ നമ്മളെ മാപ്രയാക്കും, വേട്ടയാടും. പോട്ടെ, NV ബാലകൃഷ്ണൻ, നമ്മൾ ഇന്ന് കേട്ട കോൺസ്പിറസി തിയറികളിൽ ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനും മുകളിലായി അതീതമായി വളർന്നിരിക്കുന്നു ശശി, അജിത്ത്, പിന്നെ ഈ പറയുന്ന ആരെന്നറിയാത്ത മറ്റൊരു അധമ സംഘം, ഈ പറയുന്ന എന്താണ് പവർ സെന്റർ, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാർട്ടൽ. ആ കാർട്ടലിനെ നേരിടാൻ മുഖ്യമന്ത്രി ദുർബലനാകുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രോക്സിയായി PV അൻവറിനെ ഇറക്കുന്നു. അങ്ങനെ പിണറായി വിജയന്റെ യുദ്ധം PV അൻവർ നയിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ കഥയുണ്ടോ? രാഷ്ട്രീയമായ അൻവറിന്റെ ധൈര്യം എന്താണ്? ഇപ്പോൾ ഇൻ എഫക്റ്റ് മുഖ്യമന്ത്രിക്കെതിരെയാണ് ഡയറക്റ്റ് വെടി അൻവർ വെക്കുന്നത്, അല്ലേ ശ്രീ NV ബാലകൃഷ്ണൻ? അതെ, PV അൻവർ വെടിയുതിർക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയാണ്. അത് മനസ്സിലാക്കുന്നതിന് വലിയ ആ നിലയിലുള്ള ചിന്തയൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആർക്കും അറിയാം മുഖ്യമന്ത്രിക്ക് നേരെയാണ് ഈ വെടിവെക്കുന്നതെന്ന്. ഈ നേരത്തെ സൂചിപ്പിച്ച ADGPയും അതുപോലെ തന്നെ P ശശിയും ഒക്കെ ചേർന്നിട്ടുള്ള ഈ സംഘം, ഈ കാർട്ടൽ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് മേലെ വളർന്നു എന്നാണല്ലോ ഇവർ ആക്ഷേപിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മേലെ വളർന്നു എന്ന് അങ്ങനെയാണ് എടുക്കേണ്ടതെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മേലെ വളരുന്നു എന്ന് നമുക്ക് ചോദിക്കാലോ. കാരണം അധികാരമുള്ളത് മുഖ്യമന്ത്രിയുടെ കൈവശമാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹമാണ്. തൻ്റെ നിലപാടുകൾക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടുകൾക്ക് എതിരായി അത് P ശശി ആയിരുന്നാലും ശരി, ADGP അജിത് കുമാർ ആയിരുന്നാലും ശരി, വളരുന്നുണ്ടെങ്കിൽ അതിന് നടപടിയെടുക്കാനുള്ള അധികാരമാണല്ലോ കേരളത്തിലെ ജനത പിണറായി വിജയന്റെ കൈവശം ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനെയല്ലേ നമ്മൾ ജനാധിപത്യ സംവിധാനം, പാർലമെന്ററി ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചീഫ് സെക്രട്ടറിയോ അധികാരം ഏൽപ്പിച്ചിട്ട് ഇവർക്കൊക്കെ വീട്ടിൽ പോയിരിക്കാമല്ലോ. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു ജനങ്ങൾ അധികാരമേൽപ്പിക്കുന്ന ജനപ്രതിനിധിയാണ്. അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആളാണ് പിണറായി വിജയൻ. സ്വാഭാവികമായും അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, ഈ ADGPയും അതുപോലെ P ശശിയും ഒക്കെ തൻ്റെ തലയ്ക്ക് മേലെ വളർന്ന് ഒരുപാട് വൃത്തികേടുകൾ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം അതിന് പരിഹരിക്കുന്നത് PV അൻവർ എന്ന് പറയുന്ന വേറൊരു MLA കൂട്ടുപിടിച്ചിട്ടാണെന്ന് പറഞ്ഞ് എന്തൊരു അസംബന്ധമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതാണ്, അദ്ദേഹത്തിന് PV അൻവറിനെതിരായിട്ടോ P ശശിക്കെതിരായിട്ടോ ADGPക്കെതിരായിട്ടോ ചെറുവിരലനക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ആ നിലയിൽ തടങ്കലിലാണ്. കാരണം ഇവരൊക്കെ കൂടി ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് പിണറായി വിജയന്റെ താല്പര്യങ്ങളാണ്. അസ്കറൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അല്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, സഖ VMS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, നായനാർ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, CPയിൽ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, PKV കുറച്ചു കാലത്തേക്കാണെങ്കിൽ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഈ PV അൻവറെ പോലെ ഇങ്ങനെ പരസ്യമായി നിലപാടെടുത്ത് ആകെ ചളുമ്പാക്കിയിട്ടാണ്, ആകെ ചവിട്ടി കുഴച്ചിട്ടാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിനെ പോലും തകർത്തിട്ടാണ് ഇങ്ങനെ ഒരു നിലപാട് മുന്നോട്ട് വെക്കുക നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നടത്തുന്നതെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്താണ്? അദ്ദേഹം ചെയ്യേണ്ട കാര്യം പാർലമെന്ററി പാർട്ടി കമ്മിറ്റി ചേരുന്നുണ്ടല്ലോ. PV അൻവർ പങ്കെടുക്കുന്ന പാർലമെന്ററി പാർട്ടി കമ്മിറ്റി കൃത്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്നുണ്ട്. അവിടെ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത രീതി അതാണ്. അവിടെ ഇന്ന് പ്രശ്നങ്ങളുണ്ട്, ഇതിനകത്ത് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് പരിഹാരം കാണുകയല്ലേ ചെയ്യുക. ഈ പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭരണകൂടമാണ് ഇതുപോലുള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും നിയന്ത്രിക്കേണ്ടത്. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാർ നേരിട്ടാണ് ഈ സ്വർണം പൊട്ടിക്കലും കൊലപാതകവും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ അൻവർ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞു കേൾക്കാമോ അങ്ങേക്ക്? അല്ല, ഇതിൽ മനസ്സിലാവാത്തത് PV അൻവറിന് PR ശിവശങ്കർ പറഞ്ഞ പോലെ PV അൻവറിന് മുഖ്യമന്ത്രിയോട് ഒരു കാര്യം പറയണമെങ്കിൽ അൻവറിന് നേരെ പോവാം. ഇപ്പം അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ പിതൃതുല്യനാണ് എന്ന് അൻവർ പറയുന്ന ആളാണല്ലോ. മുഖ്യമന്ത്രി ഈ പറയുന്ന തിന്മയുടെ കൂട്ടത്തിൽ രക്ഷിക്കാനാണ് എൻ്റെ യുദ്ധം എന്ന് അൻവർ പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി നേരിൽ പോയി കാണാം, ഈ പറഞ്ഞ തെളിവടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെക്കാം, അല്ലെങ്കിൽ MV ഗോവിന്ദനെ പോയി കാണാം, പാർട്ടിക്ക് മുന്നിൽ വെക്കാം. ഇത് ഇരുചവി അറിയാതെ ഞാൻ ചോദിച്ചോട്ടെ, NV ബാലകൃഷ്ണൻ,
ഒരു സുപ്രഭാതത്തിൽ ഈ പറഞ്ഞ ADGP MR അജിത് കുമാർ ആ പദവിയിൽ നിറക്കി വിട്ടു മുഖ്യമന്ത്രി എന്ന വാർത്ത വന്നാൽ മുഖ്യമന്ത്രിയുടെ മൂക്കെത്തി കളയോ അജിത് കുമാർ? അപ്പൊ എന്തിനാണ് അൻവർ ഈ വലിയ വാർത്താ സമ്മേളനം നടത്തി? ഒന്നല്ല, 3 വാർത്താ സമ്മേളനം, 3 വാർത്താ സമ്മേളനങ്ങളിൽ തെളിവടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകൾ. എന്തിനാണത് മനസ്സിലാവുന്നില്ല. അതെ, നിങ്ങൾ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ADGP ഈ അജിത് കുമാറിനെ പോലുള്ള MR അജിത് കുമാറിനെ പോലുള്ള ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വളർന്നത് എന്നതാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. എങ്ങനെയാണ് ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത് പോലീസ് സേനയിലെ ഈ കുറെ കാലത്തിനിടയിൽ എന്താണ് തന്റെ കഴിവ് കൊണ്ട് എണ്ണപ്പെട്ടൊരു മനുഷ്യനാണോ? അങ്ങനെ അഭിപ്രായമുണ്ടോ? നമ്മൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവിനെ കുറിച്ച് അവരുടെ പ്രാപ്തിയെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് സർക്കാരൊക്കെ വലിയ പാരിതോഷികങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ ADGP MR അജിത് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ സർവീസ് റെക്കോർഡ് വെച്ചിട്ട് അദ്ദേഹം ഒരു സത്യസന്ധനായ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അങ്ങനെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലില്ല. അത്തരം വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. അദ്ദേഹം ഈ നേരത്തെ മുതൽക്കുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ ഇതുപോലുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അത്തരം ഒരു മനുഷ്യനെ കേരളത്തിലെ DGPയുടെ തലയ്ക്ക് മുകളിലായി ADGPയെ കൊണ്ടുപോയി ഒരു മുഖ്യമന്ത്രി പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് ഉറപ്പാണല്ലോ. അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടെന്നുള്ള, അല്ലെങ്കിൽ കേരളത്തിലെ പോലീസ് സർവീസിൽ നിന്ന് വേറെ ആളെ കിട്ടാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുവെക്കുന്നത്? ഇദ്ദേഹം പിണറായി വിജയന്റെ കൂടെ നിന്ന് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കിവിടെ വിശദീകരിക്കാൻ സമയമില്ല. അദ്ദേഹം ഇടപെട്ടതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഈ കേരളത്തിന്റെ ക്രമസമാധാനം സംരക്ഷിക്കാനോ തെറ്റുകാരെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടോ ഒന്നും ആയിരുന്നില്ലല്ലോ. അതിന് പകരം അദ്ദേഹത്തിന്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയ്സ് എന്ന് പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തിനെതിരായി ഉയർന്നു വരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിന് അങ്ങനെ തുടങ്ങിയിട്ട് ഇദ്ദേഹം ഇടപെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ഇതിലാണ് ഇയാൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് മുഖ്യമന്ത്രി ഇയാളെ കൊണ്ടുകിടക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിക്ക് അത് ആവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ EK നായനാരനോ VS അച്യുതാനന്ദനോ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിനോ അങ്ങനെയുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർക്ക് ഇത്തരത്തിലുള്ള താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് സത്യസന്ധമായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സത്യസന്ധമായി ഭരണം നടത്താൻ പറ്റുമായിരുന്നു. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറ്റില്ല എന്നതാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുക, എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇതുപോലെ ഓരോ സംഭവം നോക്കൂ. നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ പരിശോധിക്കുക. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും സർവാധികാരിയുമായ ഒരാൾ ജയിലിൽ കിടക്കേണ്ട, അതും സ്വർണ്ണക്കള്ളക്കടത്തുമായി വരേണ്ട സ്ഥിതി വരുന്നു. ഇനി അദ്ദേഹത്തിന്റെ കാലത്ത് കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ദാവൂദ് ഇബ്രാഹിമിനെ കൊണ്ടാണ് അദ്ദേഹം പഠിക്കുന്നതെന്ന് ഒരു ഭരണകക്ഷി MLA പറയുന്ന സ്ഥിതി ഉണ്ടായാൽ, സത്യത്തിൽ ആത്മാഭിമാനം ഒന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ചെറിയ കമ്മ്യൂണിസ്റ്റ് ബോധം പോയിട്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധത്തിന്റെ ചെറിയൊരു അംശം ഉണ്ടെങ്കിൽ, കേരളത്തോട് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാവുന്ന ഒരു കാര്യം രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളതാണ്. പകരം സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇതുപോലെ ചവിട്ടി ചളിയാക്കി ചളുമ്പാക്കിയിട്ട് ഒരു പാർട്ടിയെ, അതുമായി ബന്ധപ്പെട്ട അതിന്റെ മഹത്തായ ലക്ഷ്യങ്ങളെ, അതിനുവേണ്ടി പണിയെടുത്ത നൂറുകണക്കിന് രക്തസാക്ഷികളെ ഒക്കെ ഇങ്ങനെ വിറ്റ് തിന്നുന്ന നിലയിലേക്ക് ഒരു സംവിധാനത്തെ അധപ്പതിപ്പിക്കുന്നത്, അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ചരിത്രത്തോട് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ പാതമാണ്. അത്തരത്തിലുള്ളവർ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിന്, ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കാര്യത്തിലൊക്കെ വലിയ സങ്കടം തോന്നുന്നുണ്ട്. എന്തൊരു കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പാർട്ടി ഇതിൽ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞ് വായുമ്പൊത്തിയിരിക്കുകയാണ്. പാർട്ടി ഇതിൽ പ്രതികരിക്കേണ്ടത് എത്ര കാലം അങ്ങനെ വായുമ്പൊത്തിയിരിക്കാൻ പറ്റും? ശ്രീ ഹസ്കർ, ഇവിടെ എന്താണ് ശ്രീ PR ശിവശങ്കർ അങ്ങ് നിസ്സാരവൽക്കരിച്ചെങ്കിലും നോക്കൂ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അന്ന് രാവിലെ മുതൽ മനുഷ്യന്മാരെ മൊത്തം വട്ടാക്കി, അവരെ മൊത്തം ഉപദ്രവിച്ച്, അവരെ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷ മൂഡിൽ വരുന്ന ഒരു വൈബിൽ വരുന്ന ജനതയാണ്. അവരെ മൊത്തം വെറുപ്പിച്ച് അന്ന് വൈകിട്ട് വരെ കൊണ്ടുപോയി എടുത്ത അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഇയാൾക്കെതിരെ സ്ഥലം മാറ്റം ഉണ്ടായി. വേറെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഒരു നടപടി ഉണ്ടായിട്ടില്ല. ശ്രീ BN ഹസ്കർ, ഈ ADGP അജിത് കുമാർ അന്ന് തൃശ്ശൂരിലുള്ള ആളാണ്. അന്ന് അയാൾ എപ്പോഴെങ്കിലും ഇടപെട്ടോ? ഇടപെട്ടില്ല. ഈ അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് വെക്കാൻ പറഞ്ഞു. ആ റിപ്പോർട്ടിനെ കുറിച്ച് ഹസ്കർ കേട്ടില്ല. ഇപ്പോൾ അന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ പൂരം അലങ്കോലമാക്കി സുരേഷ് ഗോപിക്ക് ഒരു വഴിവെട്ടാൻ വേണ്ടി ഗൂഢ ഇടപെടൽ നടത്തുമെന്ന് പല ആൾക്കാരും പറഞ്ഞപ്പോൾ അതൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ MLA തന്നെ പറയുകയാണ്. അത് ചെയ്തത് ഈ അജിത് കുമാർ ആണെന്ന് പറയുകയാണ്. അജിത് കുമാർ ആരാണ്? P ശശിയുടെ സ്വന്തം കക്ഷി. P ശശിയും കൂടി ചേർന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തു ലോക്സഭയിലേക്ക് എന്ന ഗുരുതര രാഷ്ട്രീയ ആരോപണമാണ്. അതിൽ DGP അന്വേഷിച്ചാൽ പറ്റുമോ ശ്രീ BN ഹസ്കർ? ഹാഷ്മി, ഇതൊരു കൃത്യമായിട്ടൊരു രാഷ്ട്രീയ ആരോപണം തന്നെയാണ് സ്വാഭാവികമായും ശ്രീ PV Anwar ഉന്നയിച്ചിട്ടുള്ളത്. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളല്ല നഷ്ടപ്പെട്ടിട്ടുള്ളത്. പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും.
തൃശ്ശൂർ വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിക്ക് ലഭിച്ച വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ അത് കോൺഗ്രസിൽ നിന്നും UDF-ൽ നിന്നുമാണ്. UDF-നാണ് അവിടെ വോട്ടുകൾ ചോർന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകൾ തന്നെ വീണ്ടും നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ മറ്റു പല രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ പൂരത്തിൽ നടത്തിയ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ മാത്രം ഉത്സവമൊന്നുമല്ല. കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ആളുകൾ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം പൂരം കാണുന്നത് തൃശ്ശൂരിലേക്ക് എത്തുക എന്നുള്ള ഒരു വസ്തുതാപരമായ കാര്യം കൂടി നാം കാണണം. അപ്പോൾ ആ തൃശ്ശൂരിലുള്ള വോട്ടർമാർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായി പോലീസ് അവിടെ അമിത ബലപ്രയോഗം നടത്തിയിട്ടുണ്ട്, അമിത നിയന്ത്രണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് അന്ന് നാം വാർത്തകളിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതൊരു വലിയ തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ടാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ സ്ഥലം മാറ്റുകയും അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി പോലീസ് മാത്രമല്ല ഈ പറയുന്ന അങ്കിത്തിന്റെ ഈ ഇടപെടൽ, മര്യാദഘട്ട ഇടപെടൽ തോൽവിക്ക് കാരണമായി എന്ന് വിലയിരുത്തലുണ്ടായില്ലേ പാർട്ടിക്കുള്ളിൽ തന്നെ? എന്നിട്ട് നടപടി ഉണ്ടായോ? അജിത് കുമാറിന്റെ റിപ്പോർട്ട് എവിടെ എന്ന് CPM ചോദിച്ചോ? എന്ന് BJP ചോദിച്ചോ? കാണണ്ടേ അജിത് കുമാറിന്റെ റിപ്പോർട്ട്? അല്ല, അജിത് കുമാർ എന്തായാലും അതിനെ സംബന്ധിച്ച് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സമയബന്ധിതമായി തന്നെ കൊടുക്കേണ്ട റിപ്പോർട്ടാണല്ലോ, അല്ലാതെ അജിത് കുമാറിന്റെ സൗകര്യം പോലെ കൊടുക്കേണ്ട റിപ്പോർട്ടല്ല അത്. അല്ല, ആ റിപ്പോർട്ട് സ്വാഭാവികമായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ചർച്ചയും ഒക്കെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു രാഷ്ട്രീയ കാരണം മാത്രമായിട്ട് ഇതിനെ കാണേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ നേരത്തെ ഒരു വലിയ തരത്തിൽ ഇപ്പോൾ ശ്രീ PV അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് അത് അദ്ദേഹം അസമയത്തും അസ്ഥാനത്തും ഉപയോഗിച്ചിട്ടുള്ള ആരോപണമാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് ധാർമ്മികതയ്ക്ക് നിരക്കാത്തതുമായിട്ടുള്ള അസമയത്തും അസ്ഥാനത്തെയും ആരോപണമാണെങ്കിൽ മറുപടി പറയാൻ അറിയാത്ത ആളാണോ മുഖ്യമന്ത്രി? ഉയർത്തി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അസമയത്തെയും അസ്ഥാനത്തെയും ആരോപണമാണെങ്കിൽ മറുപടി പറയാൻ അറിയാത്ത ആളാണോ കേരളത്തിലെ മുഖ്യമന്ത്രി? ഇതുവരെ മറുപടി പറയാത്ത ആളാണോ മുഖ്യമന്ത്രി? TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട് കിടക്കുമ്പോൾ കുലംകുത്തിയെന്നും കുലംകുത്തി തന്നെയാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളല്ലേ മുഖ്യമന്ത്രി? പിന്നെയാണോ ഒരു MLA, ജീവിച്ചിരിക്കുന്ന ഒരു MLA പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലെങ്കിൽ കുലംകുത്തിയാണെന്ന് പറയാൻ അറിയാത്ത ആളല്ല മുഖ്യമന്ത്രി? അദ്ദേഹം ശരിവെക്കുകയാണ്. അദ്ദേഹം ശരിവെച്ചുകൊണ്ട് ആലോചിച്ച് നോക്കൂ ശ്രീ BN അസ്കർ, കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ യോഗത്തിൽ പരസ്യമായി ഒരു ADGP-ക്കെതിരെ പോലീസിലെ രണ്ടാമനെതിരെ നടപടി പ്രഖ്യാപിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തൊരു ഗതികേടാണ് ശ്രീ BN അസ്കർ! എന്തൊരു തോൽവി സമ്മതമാണ്! എന്തൊരു അടിയറവ് പറയലാണ് താങ്കൾ പറയുന്ന വാദം മുഖവിലേക്കെടുത്താൽ? അല്ല, അങ്ങനെയല്ല അശ്മി അതിനെ കാണേണ്ടത്. ഒരുപക്ഷെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അത്തരമൊരു പ്രഖ്യാപനം നടത്താനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിച്ചു എന്ന് വേണം കരുതാൻ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടിലൂടെ തീരുമാനിക്കാവുന്ന കാര്യം അദ്ദേഹം പൊതുയോഗത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സന്ദേശം കൂടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയാണ്. ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വഴിവിട്ട് ജീവിക്കുന്നു എങ്കിൽ അവരെ ഒക്കെ മൂക്കുകയറിടും എന്നുള്ള സന്ദേശമാണ്. ആ സന്ദേശം നൽകുന്നുള്ള ആർജവമാണ് മുഖ്യമന്ത്രി കാണിച്ചത്. പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് വളരെ ലളിതമായി തന്നെ ചില കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ തീരാവുന്നിടത്ത് അദ്ദേഹം അങ്ങനെ വിശദീകരിച്ചതായി കണ്ടിട്ടില്ല. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ധാർമ്മിക ബോധ്യം. ആ ധാർമ്മികതയിലാണ് അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ പടി കേൾക്കേണ്ടി വരുന്നത്, അദ്ദേഹം അപവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടേണ്ടി വരുന്നത്. ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും അംഗീകരിച്ചുകൊണ്ടെടുത്തിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനം ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം എന്ന് പറയുന്നത് എപ്പോഴും സർക്കാരും പാർട്ടിയുമായി നടക്കുന്ന എല്ലാ രാഷ്ട്രീയ തീരുമാനങ്ങളും എടുക്കുന്നതിനുള്ള ബ്രിഡ്ജിംഗ് ആണ് എപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയമനം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി നടത്താറുള്ളത്. അതാണ് എല്ലാ കാലഘട്ടത്തിലും ചെയ്യാറുള്ളത്. അജിത് കുമാറിന് അധമ പണികൾക്കുള്ള വഴിവെട്ടി കൊടുത്തു എന്നാണ് അൻവർ പറയുന്നത്. അൻവർ പരോക്ഷമായി പറയുന്നത് കേട്ടോ. ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളുടെ വഴിവിട്ട പോക്കിനെ കുറിച്ച് അവർ മാധ്യമങ്ങളോടക്കം നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ് കേസെടുത്ത് മാധ്യമങ്ങളെ അടക്കം ഈ പാർട്ടിക്ക് എതിരാക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ പറയുന്നുണ്ട്. അന്നൊന്നും ബോധ്യമാകാത്ത പാർട്ടിക്കും അന്നൊന്നും ബോധ്യമാകാത്ത മുഖ്യമന്ത്രിക്കും ഒരു ഭരണപക്ഷ MLA വന്നിരുന്ന് പരസ്യമായി നേരത്തെ NV ബാലകൃഷ്ണൻ പറയുന്ന പോലെ അങ്ങ് എന്താണ് പാർട്ടിയെ പൊതുസമൂഹത്തിൽ പരമാവധി വിമർശിക്കാവുന്നതിന് VDC ചെയ്യാത്ത രീതിയിൽ വിമർശിക്കുമ്പോൾ അവർക്ക് ബോധ്യമാകുന്നുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് എന്തോ പ്രശ്നമുണ്ട്. ജ്യോതികുമാർ ചാമക്കാല കേവലം ഒരു MLA, PV അൻവർ എന്നൊരു MLA മലപ്പുറം SP-യുമായി ഒരു തർക്കം തുടങ്ങുന്നു, വേദിയിൽ ഒരു തർക്കം തുടങ്ങുന്നു, പിന്നീട് എന്തോ മരമുറിയിലേക്ക് കടക്കുന്നു, പിന്നീട് സുയുദ്ദാസിലേക്ക് കടക്കുന്നു, പിന്നീട് MR അജിത് കുമാറിലേക്ക് കടക്കുന്നു, പിന്നീട് P ശശിയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്ന ഒരു സ്വാഭാവിക കോഴ്സിൽ ഒറ്റ ബുദ്ധിക്ക് അങ്ങ് പറയുന്നു എന്ന് കരുതാവോ? PV അൻവറിന് പിന്നിൽ ആരോ ഇല്ലേ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം തിരുത്തിനെപ്പറ്റി CPM പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, ആദ്യം EP ജയരാജൻ പുറത്തേക്ക് പോകുന്നു,
പിന്നെ നോക്കൂ, പോലീസിൽ ഈ മാഫിയ സംഘത്തലവൻ എന്ന ആരോപണം ഉയർന്ന എം ആർ അജിത്കുമാർ പുറത്തേക്ക് പോകുന്നു. പി ശശി ഏത് സമയം പുറത്തേക്ക് പോകാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നു. തിരുത്തിൽ എം വി ഗോവിന്ദന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആക്കിക്കൂടെ ഇത്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല? നോക്കൂ ഹാഷ്മി, ഇത് ഒരുപാട് ഗവേഷണം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ ഉള്ളുകളികൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പലവിധ വേർഷൻസ് നമ്മൾ കേൾക്കുന്നു മാത്രം. താങ്കൾ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. ഇവിടെ പിന്നെ മലപ്പുറം SP എതിരായിട്ടുള്ള സമരം തുടങ്ങുന്നു. പക്ഷേ അതിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, PV അൻവർ പറഞ്ഞ കാര്യമുണ്ട്. താൻ 6 മാസമായി ഇതിൻ്റെ പിറകിലാണെന്നും താൻ ഒരുപാട് പേരുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാണ് ഇത് വളരെ പ്ലാൻഡ് ആണെന്നുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് താങ്കൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ചെയ്തിട്ടുള്ള കുറ്റത്തെ സംബന്ധിച്ചും അതേക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. പരസ്യമായി ഒരു MLA തന്നെ വന്ന് പറയുകയാണ് ഞാൻ ഫോൺ ചോർത്തി, സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ അദ്ദേഹത്തിനെതിരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്ന് കൂടി നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. മറ്റൊരു വേർഷൻ ഞാനൊന്ന് പറയട്ടെ. പാർട്ടി സമ്മേളനത്തിലേക്ക് കിടക്കുകയാണ്. 2 കൂട്ടരെ സംബന്ധിച്ചാണ് ഇവിടെ പരാതികൾ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് BJP ബാന്ധവുമായി ബന്ധപ്പെട്ട് CPM-ന് തർക്കമുണ്ട്. 2 ഈ പോലീസിൻ്റെ കൊള്ളരുതായ്മകളെക്കുറിച്ച്, പോലീസ് നയത്തിലെ സംബന്ധിച്ച് അഥവാ പോലീസിനെ ഇടപെടലിനെ സംബന്ധിച്ച് തർക്കമുണ്ട്. അത് EP ജയരാജനെ മാറ്റിയതോടുകൂടി തന്നെ BJP ബാന്ധവും അവർ മാറ്റി നിർത്താൻ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് അല്ലെങ്കിൽ പാർട്ടി സമ്മേളനത്തിന് മുമ്പ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ആ വിഷയത്തിൽ കൃത്യമായി MR അജിത് കുമാറിലേക്കും P ശശിയിലേക്കും ഈ ആരോപണം കൊണ്ടുപോകുന്നു. അതിലൂടെ പാർട്ടി സമ്മേളനങ്ങൾ സുഗമമായി നടത്താൻ അതിന് മുന്നോടിയായി പോലീസിനെതിരായിട്ടും അതുപോലെ BJP ബാന്ധവത്തിനെതിരായിട്ടുമുള്ള അലയൊലികൾ ഇല്ലാതാക്കാൻ വേണ്ടി കൂടിയാണിതെന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ P ശശിയെക്കുറിച്ച്, P ശശി പിന്നെ നമുക്കറിയാം EP ജയരാജൻ പുറത്തു പോകേണ്ടത് എം വി ഗോവിന്ദൻ്റെ ആവശ്യമായിരുന്നെങ്കിൽ P ശശി പുറത്തു പോകേണ്ടത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും ആവശ്യമാണ്. കാരണം അടുത്ത ജനറേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ KN ബാലഗോപാലുണ്ട്, P രാജീവുണ്ട്, അല്ലെങ്കിൽ പിന്നെ MB രാജേഷുണ്ട്, അതുപോലെ മുഹമ്മദ് റിയാസുമുണ്ട്. ഇതിൽ സ്വാഭാവികമായി ഈ പാർട്ടി സമ്മേളനത്തോട് കഴിയുമ്പോഴേക്കും താങ്കൾ മനസ്സിലാക്കേണ്ടത് P ശശിയെ നമുക്കാർക്കും അറിയാത്തവരല്ല, CPM-ൻ്റെ നേതാക്കന്മാർക്ക് അറിയാത്തവരല്ല. അദ്ദേഹം 97 പിന്നെ 2001 കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പിന്നെ എല്ലാമായിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടിയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി. അദ്ദേഹം 2011 പുറത്തുപോയത് CKP പത്മനാഭൻ്റെ ഒരു ബന്ധുവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. തിരിച്ച് അദ്ദേഹം 2022 ഏപ്രിൽ 19 മടങ്ങി വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടാണ് മടങ്ങി വരുന്നത്. ഒരു പാർട്ടി നേതാവ്, അതും ഇത്തരത്തിൽ ദുഷ്ചെയ്തികളുടെ പേരിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുപോയ ഒരാളിനെ നേരിട്ട് കൊണ്ടുവന്ന് വീണ്ടും അതേ സ്ഥാനത്ത്, പണ്ടും മുഖ്യമന്ത്രിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നതുപോലെ അതേ സ്ഥാനത്തേക്ക് തിരിച്ച് സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതിലെ ദുഷ്ടലാക്കൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനപ്പുറം അദ്ദേഹം വീണ്ടും ഈ സമ്മേളനം കഴിയുന്നതോടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റിലേക്ക് വരാം. സെക്രട്ടേറിയറ്റിലേക്ക് വന്നാൽ അദ്ദേഹം ആരെയൊക്കെ ഓവർ റൂൾ ചെയ്യും, അദ്ദേഹത്തിന് ആരെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിനുള്ള കഴിവിനെ സംബന്ധിച്ച് സംശയം ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും കൂടി P ശശി പുറത്തു പോകേണ്ടത് ഒരു ആവശ്യമായി ഒരുപക്ഷെ തോന്നിയിരിക്കാം. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്നെ ചിലരുടെയൊക്കെ തലകൾ ഉരുണ്ടേ മതിയാവുള്ളൂ. അതിൻ്റെ ബാക്കി പത്രമായിട്ട് കൂടിയാണ് ഇത് വന്നത്. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ PV അൻവർ ഇങ്ങനെ പരസ്യമായി വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ മാത്രമല്ലല്ലോ ഇത് പരിഹരിക്കാൻ കഴിയുമായിരുന്നത്, അല്ലാതെ തന്നെ കഴിയുമായിരുന്നു. PV അൻവറിന് പിന്നെ നമ്മുടെ ഈ അജിത് കുമാർ ആയിരുന്നു ലക്ഷ്യമെങ്കിൽ വളരെ ഈസിയായി കഴിയുമായിരുന്നു. അപ്പോൾ അതല്ല ലക്ഷ്യം. P ശശിയിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. EP ജയരാജനും P ശശിയും ഈ സമ്മേളനത്തിന് മുമ്പ് പുറത്തു പോകണമെന്ന് MV ഗോവിന്ദനും അതുപോലെ തന്നെ പിന്നെ മുഖ്യമന്ത്രിക്കും താല്പര്യമുണ്ട് എന്നുകൂടി നമുക്കിതിലൂടെ അനുമാനിക്കാം. ഏതായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതിലൂടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രി എന്ന വ്യക്തിയെ സംബന്ധിച്ച്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണരംഗത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത രീതിയിൽ അടിവരയിടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സാണ് അതിനുവേണ്ടി PV അൻവർ ഉപയോഗിച്ചിട്ടുള്ളത്. PV അൻവറെ കൊണ്ട് അങ്ങനെ ഉപയോഗിച്ച് സ്വയം നശിച്ചിട്ട് മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്ന ചോദ്യവും സ്വാഭാവികമായിട്ട് അവിടെ വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇത്രയൊക്കെ പറഞ്ഞിട്ടും PV അൻവറിനെതിരായിട്ട് പാർട്ടി തലത്തിൽ നിന്ന് ഒരാൾ പോലും, അത് MV ഗോവിന്ദൻ പക്ഷമാകട്ടെ, MA ബേബി പക്ഷമാകട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പക്ഷമാകട്ടെ, ഒരാളും ഈ പറയുന്ന PV അൻവറിനെതിരായി ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല. PV അൻവറിനെ ഇവർക്കെല്ലാം ഭയമാണ്. അതുപോലെ ഭയമാണ് P ശശിയെയും അതുപോലെ തന്നെ MR അജിത് കുമാറിനെയും. ഇവരുടെ എല്ലാ രഹസ്യങ്ങളും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യവും ഈ 3 കൂട്ടർക്കും അറിയാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചെകുത്താനും കടലിലും ഇടയ്ക്കാണ് മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം. ഏതായാലും ഇതിന്റെ ഉള്ളുകളികൾ പല രീതിയിലും രാഷ്ട്രീയ പഴയ MLA കാരാട്ട് റസാക്ക് വരുന്നുണ്ട്. താങ്കൾ പറയുന്നത് പോലെ, ജ്യോതികുമാർ ചാമക്കാർ പറയുന്നത് പോലെ, അൻവറിനെ ആരും എതിർത്ത് പറഞ്ഞിരുന്നത് മാത്രമല്ല, അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയിൽ നടക്കം ഉണ്ടാകുന്ന. ഏറ്റവും ഒടുവിൽ ഈ പോലീസ് അസോസിയേഷനിലെ പരസ്യമായ നടപടി പ്രഖ്യാപനം അടക്കം.
എന്താണ് അൻവർ ആ രീതിയിൽ വളരെ പെട്ടെന്ന് മാരക പ്രഹരശേഷിയിൽ അവതരിക്കുന്നതിൻ്റെ പ്ലോട്ട് എന്ന കാര്യം മാത്രം ആലോചിക്കുന്നവർക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ശ്രീ പി ആർ ശിവശങ്കർ, നോക്കൂ, ആരോപണം ഉന്നയിക്കുന്ന അൻവറാണ്. ഇനി പ്രതിപക്ഷം അതിൽ പിടിച്ച് എന്ത് സമരം നടത്തിയാലും പിന്നെയും ഒരു വർഷത്തെ സമയമുണ്ട്. അങ്ങനെ കലങ്ങി തെളിയുന്ന ഒരു ക്ലൻസിംഗ് പ്രോസസ്സാണ് CPM നേതൃത്വത്തിൽ എന്ന ചിന്തയ്ക്ക് എന്താ പ്രസക്തി ഇല്ലേ ശ്രീ പി ആർ ശിവശങ്കർ? ഹാഷ്മി, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. വീണ്ടും താങ്കൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ കഥ പറഞ്ഞുകൊണ്ട് ഈ പ്രത്യേക ഘട്ടത്തിൽ CPM പരിചയമായി തീരുവാൻ താങ്കൾക്ക് അല്പമെങ്കിലും ലജ്ജയില്ലേ? താങ്കൾ തന്നെ പറഞ്ഞ കാര്യം നോക്കൂ. തൃശ്ശൂർ പൂരത്തിൽ രാവിലെ തന്നെ അങ്കിത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെ 2 മന്ത്രിമാരുണ്ട്. 2 മന്ത്രിമാർക്കും ഈ അംഗത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പാർട്ടി സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു ഇൻഫന്റ് IPS ഓഫീസറിനെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത കഴിവുകെട്ട 2 മന്ത്രിമാരും ജില്ലാ സെക്രട്ടറിയും ആണോ അവിടെ ഉള്ളത്? അപ്പോൾ താങ്കളെപ്പോലുള്ള ആൾക്കാർ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പാഞ്ഞു പോകുന്നത് അജിത്തിൻ്റെ ADGP അജിത്തിൻ്റെ പാൻറ്റിൻ്റെ കീഴെ കാക്കി ട്രൗസർ ഇട്ടോ ഒന്ന് തപ്പിപ്പോവുകയാണ് താങ്കൾ ചെയ്യുന്നത്. ഇതെല്ലാം ലജ്ജാകരമാണ്. ഇത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ നടക്കുമ്പോൾ താങ്കളുടെ പഴയ ഒരു ചർച്ചകൾ നടക്കുമ്പോൾ ഇത്രയധികം അതിന്റെ പല ഡയമെൻഷൻ ചർച്ച നടത്തുമ്പോൾ താങ്കളുടെ ചിന്ത പൂരത്തിൽ ഉടക്കി നിൽക്കുകയാണെങ്കിൽ അജിത് കുമാറിന്റെ പാന്റിന് താഴെ കാക്കി ട്രൗസർ ഉണ്ടാകുമെന്ന് ചിന്ത ഉണ്ടെങ്കിൽ താങ്കളുടെ ചിന്തയുടെ പ്രശ്നമാണ്, എന്റെ പ്രശ്നമല്ല. അൻവർ പറയുന്നത് മുഖവിലക്കെടുക്കുകയാണെങ്കിൽ പൂരത്തിൽ രാഷ്ട്രീയ അട്ടിമറി ഉണ്ടായെന്ന് ഭരണപക്ഷ MLA പറയുന്നതാണ്. അത് പറയേണ്ടതുണ്ട് ശ്രീ പി ആർ ശിവശങ്കർ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അതിന് ലജ്ജ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടിയാണോ? അതൊരു ഹാഷ്മി, ഞാനിനി പറയട്ടെ ഹാഷ്മി, അത് അൻവർ പറഞ്ഞത് ഒരിക്കൽ, താങ്കൾ ഈ ചാനൽ ചർച്ചയിൽ 2 പ്രാവശ്യം അത് അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ പരിചയം തീർക്കുന്നു എന്ന്. താങ്കളുടെ മനസ്സിൽ അതുണ്ട്. ഇത് മാത്രം മറ്റ് ആരോപണങ്ങളൊന്നും ജ്യോതിയും മറ്റുള്ള താങ്കൾക്ക് അത് BJPക്കെതിരെയുള്ള അൻവർ പറയുന്ന രാഷ്ട്രീയ ആരോപണം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് MR അജിത് കുമാർ നയിച്ച ഒരു ഗൂഢപദ്ധതിയുടെ ഭാഗമായാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആരോപണമാണ്. അതെന്റെ മനസ്സിലുണ്ട്. അതുണ്ടായിക്കൂടെ? താങ്കൾ ഒരിക്കലെങ്കിലും ചോദിച്ചോ? സരിത കേസ്, സോളാർ കേസ് അട്ടിമറിച്ചതും അക്കാര്യത്തിൽ പറഞ്ഞല്ലോ. താങ്കൾ ചോദിച്ചില്ലല്ലോ. ആരോപണമല്ലേ? അതല്ലേ അതിനേക്കാൾ വലിയ ആരോപണം? ചോദിച്ചില്ലല്ലോ. നിങ്ങൾക്ക് കംഫർട്ടുള്ള വിഷയങ്ങൾ മാത്രം മറുപടി പറയാം. മറ്റേന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലജ്ജയില്ലാത്ത ചോദ്യമാണ്. രണ്ടും കഴിഞ്ഞ കാര്യങ്ങളാണ്. അല്ല, നിങ്ങൾ 2 പ്രാവശ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹാഷ്മി. താങ്കൾ ഒരു ചർച്ചയിൽ ഒരു കാര്യം ഒരു തവണ ചോദിക്കാവുന്ന നിയമമുണ്ടോ? CPM ഒരു അനുഭാവി എന്നാൽ താങ്കൾക്ക് അത് ചെയ്യാം, ഒരു തെറ്റുമില്ല. പക്ഷെ അല്ല, 2 പ്രാവശ്യം ചോദിച്ചോളൂ, മറ്റതും ചോദിക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ താങ്കളുടെ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള ബാഡ്ജിനെ ചിലർ തെറ്റിദ്ധരിച്ചേക്കും. അല്ല, ഒരു മിനിറ്റ് കൂടി. അല്ല, ഇത് തന്നെയായിരുന്നു താങ്കൾക്ക് ആവശ്യമെന്ന് എനിക്കറിയാം. എൻ്റെ ഉത്തരങ്ങൾ ഇത്തരത്തിൽ പടച്ചു വെച്ചുകൊണ്ട് ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് താങ്കൾക്ക് ചില കാര്യങ്ങൾ രക്ഷപ്പെടുത്തണം. ഇതേയുള്ള കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം ഇതാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായി ശബരിമല വിഷയവും ഇങ്ങനെ തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും അജിത് കുമാറിനെയും മാറ്റുവാൻ പറ്റാത്തത്ര വില കുറഞ്ഞ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത നേതാക്കളായി പോയോ CM-ഉം പാർട്ടി സെക്രട്ടറിയും? അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയെ രാജിവെക്കണമെന്നല്ല, നാട് കടത്തണമെന്നാണ് പറയേണ്ടത്. ഈ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതല്ല, നാട് കടത്തണം. മാത്രമല്ല, ഇത് CBI അന്വേഷണം മാത്രമല്ല, ഇത് ദാവൂദ് ഇബ്രാഹിമിനെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് NIA അന്വേഷണവും വരണം, അതല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വരണം. ശക്തമായിരുന്നു. ഈ സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അന്വേഷിച്ചാൽ പുറത്തു വരില്ല. കാരണം അത്രയേറെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഓഫീസർമാരുടെയും അവരുടെ ഭാര്യമാരുടെയും മന്ത്രിമാരുടെയും എല്ലാം ഉദ്യോഗസ്ഥരുടെയും ഈ ഫോൺ ചോർത്തിയിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസറിനോ ഈ CM-നോ ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഇത് നിയന്ത്രിക്കാൻ പറ്റുന്നത്? അപ്പൊ ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ 2 പേരുമോ ഇവരെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയോ ആയിരിക്കുന്നു. ഈ പറയുന്ന കള്ളക്കടത്തിന്റെ പൊട്ടിക്കലിന്റെ അന്വേഷണം നടക്കട്ടെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ കാലാകാലങ്ങളിലുള്ള ചർച്ചയിൽ കാലങ്ങളായി ഇൻട്രോയുടെ രൂപത്തിൽ അല്ലാതെയും ഒക്കെ പറഞ്ഞതാണ്. ഈ പോലീസിന്റെ കെട്ടപോക്ക്, ഈ പോലീസിന്റെ അഴിഞ്ഞാട്ടം, അന്നൊക്കെ ഈ പോലീസിന്റെ മനോവീര്യം തകർന്നു പോകുന്ന ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കായിരുന്നു. അത് മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, ചർച്ചയ്ക്ക് വരുന്നവർ, സൈബർ ഇടത്തിലെ CPM പിന്തുണയ്ക്കുന്നവരൊക്കെ ഇങ്ങനെ പോലീസിന്റെ മനോവീര്യം എന്ന് പറഞ്ഞിങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. ആ മനോവീര്യത്തിനകത്ത് MR അജിത് കുമാറിന്റെ ക്രിമിനൽ സ്വഭാവമുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കുന്നത് മറ്റാരുമല്ല, ഏതെങ്കിലും മാപ്രയല്ല, അത് ഭരണപക്ഷ MLA PV അൻവറാണ്. തിരുത്തെങ്കിൽ നല്ലത്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.